ഹായ് പ്രിയപ്പെട്ടവരെ, നാം കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം കാത്തിരിക്കുകയാണ്. നിരവധി സർവേ ഫലങ്ങൾ UDFന് അനുകൂലമാണ് എന്നതിനാൽ പൊതുവെ UDF കേന്ദ്രങ്ങളാണ് ആഹ്ലാദത്തിലായിരിക്കുന്നത്. എന്നാൽ ഇരുമുന്നണികൾക്കും LDFനോ UDFനോ ആഹ്ലാദത്തിന് വകയില്ല, അത്യാഹ്ലാദത്തിന് വകയില്ല എന്നൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് നിരവധിയായ സർവേ ഫലങ്ങൾ അനുകൂലമാണെന്നും വോട്ടിംഗ് ശതമാനം ഉയർന്നെന്നും അതൊക്കെ UDFന് അനുകൂലമായി വരുമെന്നൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞേക്കാം. ഒന്നാമത്തെ കാര്യം, സാങ്കേതികമായി പറഞ്ഞാൽ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു എന്ന് പറയാമെങ്കിലും യഥാർത്ഥത്തിൽ വോട്ട് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കാര്യമായി വർദ്ധിച്ചിട്ടില്ല എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം SIRലൂടെ 10,000-കണക്കിന് വോട്ടുകൾ പല മണ്ഡലങ്ങളിലും നീക്കം ചെയ്യപ്പെട്ട ശേഷമുള്ള തെരഞ്ഞെടുപ്പാണത്. ആ പശ്ചാത്തലത്തിലുള്ള കണക്കിൻ്റെ വ്യതിയാനങ്ങൾ വിലയിരുത്തിയാൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി മറ്റൊന്ന്, പോളിംഗ് ശതമാനം വർദ്ധിച്ചു എന്നത് UDFന് അനുകൂലമാണ് എന്ന് വ്യാഖ്യാനിക്കാനാവില്ല. ചില തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും 80% നാളുകളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം EK നായനാർ ഗവൺമെൻറ്റും EMS ഗവൺമെൻറ്റും അധികാരത്തിലേറിയിട്ടുണ്ട് എന്ന സാഹചര്യം മറക്കരുത്. ഇനി പ്രധാനമായ മറ്റൊരു കാര്യമാണ്, 100-ലേറെ സീറ്റ് കിട്ടുമെന്ന് വാദിക്കുമ്പോഴും അതിൽ വ്യക്തമായി അനലൈസ് ചെയ്യേണ്ടതിൻ്റെ രീതിശാസ്ത്രമില്ലേ, ഒരു മെത്തഡോളജി. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഒരു കാറ്റങ്ങ് വീശുന്നു, തരംഗമുണ്ടാകുന്നു, അതിനാൽ 70 80 90 100 അതിലേറെയും കിട്ടും എന്നൊരു ഊഹാപോഹം പറയുന്നതല്ലാതെ വ്യക്തമായി ഓരോ മണ്ഡലത്തിലെയും കണക്കെടുക്കുന്നതിൽ സർവേക്കാരും പ്രവചനക്കാരും പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു കണക്ക് പറയുന്നത് ശ്രദ്ധിക്കുക. നിലവിൽ 42 MLAമാരാണ് UDFനുള്ളത്. ഈ 42 MLAമാരോടൊപ്പം ഇനി കേവല ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ 29 MLAമാരെ കിട്ടണം. നിലവിലുള്ള 42 പേരും ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? UDF തരംഗമുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തത്വത്തിൽ അംഗീകരിച്ചാൽ പോലും ചില സിറ്റിംഗ് MLAമാർ അവരുടേതായ കുറവുകൾ കൊണ്ട് തോറ്റുപോയേക്കാം. ഇനി ആ 42 പേരും ജയിച്ചു വന്നാൽ തന്നെ 29 സീറ്റ് ഇടതുമുന്നണിയിൽ നിന്ന് തിരിച്ചു പിടിക്കണം. ഏതൊക്കെ മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കും, ഏതൊക്കെ മണ്ഡലങ്ങളാണ് തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പുള്ളത് എന്ന് നോക്കിയാൽ, അങ്ങനെ 29 സീറ്റെങ്കിലും തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പുണ്ടോ എന്ന് നോക്കിയാൽ UDFൻ്റെ നില പരുങ്ങലിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ എണ്ണി ഓരോ നിയോജക മണ്ഡലത്തിലെയും പരിമിതികളും സാധ്യതകളും ഒക്കെ വിലയിരുത്തിയാൽ ഒരു പ്രത്യേക തരംഗമുണ്ടെങ്കിൽ മാത്രം UDFന് മുന്നോട്ട് വരാൻ കഴിയുന്ന സ്ഥിതിയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ പ്രമുഖർ മരിച്ചതിൻ്റെ സഹതാപ തരംഗത്തിലൊക്കെ കയറിപ്പോകുന്നത് പോലെ പ്രത്യേകിച്ചൊരു തരംഗം ഇപ്രാവശ്യം ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാനാവാത്ത സ്ഥിതിയുണ്ട്. സർക്കാരിനെതിരെയുള്ള വികാരങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിഷയമായി എന്ന് വന്നാൽ പോലും, എത്രമാത്രം എതിരാണെന്ന് പറഞ്ഞാൽ പോലും, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ വയനാട് ഫണ്ട് തർക്കവിഷയമായത് വലിയൊരു നാണക്കേടായിട്ടുണ്ട്. അമ്പലക്കള്ളന്മാർ എന്നതുൾപ്പെടെയുള്ള നിരവധി ആക്ഷേപ ഗാനങ്ങളൊക്കെ പ്രചരിക്കപ്പെട്ടെങ്കിലും ഫണ്ട് എവിടെ, വീട് എവിടെ കോൺഗ്രസ് എന്ന് ചോദിച്ചുകൊണ്ടുള്ള പാട്ടുകളും പ്രചാരണങ്ങളും വളരെയേറെ കൊഴുത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ് ഇറങ്ങിയത്. അവിടെ KPCC പ്രസിഡന്റ് പറഞ്ഞ കണക്കും വൃഥാവിലായി. KPCC പ്രസിഡന്റ് പറഞ്ഞ കണക്കിനേക്കാൾ കൂടുതൽ വഴി തന്നെ അതിനേക്കാൾ സംഖ്യ പിരിച്ചു എന്നതിന് തെളിവുകൾ നിർത്തിക്കൊണ്ട് പലരും രംഗത്ത് വന്നിരിക്കുന്നു. ഒന്നാമത് നാം മനസ്സിലാക്കേണ്ട ഒരു നാണക്കേട് UDFന് പറ്റി. ആവശ്യത്തിലേറെ വയനാട് ദുരിതാശ്വാസത്തിന് ചെലവഴിക്കേണ്ടതിനേക്കാൾ ഏറെ ഫണ്ട് ജനങ്ങൾ കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉണ്ടായിട്ടും അത് വേണ്ട വിധം ചെലവഴിച്ച് അവർക്ക് ആശ്വാസം നൽകുന്നില്ല, പണി വേഗം പൂർത്തീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഈ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നതാണ്. ആ നിലയ്ക്ക് സർക്കാർ വകയുള്ള ടൗൺഷിപ്പ് വീട് തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിന് വീട് കൊടുക്കണമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത്, അത് വിശ്വാസയോഗ്യമല്ല, ആ ഫണ്ട് തിരിമറിയും തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേരിട്ട് പിരിച്ച് നേരിട്ട് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഗവൺമെൻറ് അലംഭാവത്തോടെ ആ വിഷയം നീട്ടിക്കൊണ്ട് പോയിട്ട് പോലും യഥാസമയം വീടുകൾ പൂർത്തീകരിച്ച് കൊടുക്കാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല. കൃത്യമായ കണക്ക് പോലുമില്ലാത്ത അവസ്ഥയിൽ ഫണ്ട് മുക്കികൾ എന്നൊരു ആക്ഷേപം കോൺഗ്രസ് ഏറ്റു എന്നുള്ളത് വളരെ നിരുത്തരവാദപരമായ കാര്യമായി പോയി, വലിയൊരു പരാജയമായി പോയി അത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ പ്രചരണത്തിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങളിൽ വളരെയേറെ കത്തി നിന്നു എന്നുള്ളത് UDFന് പ്രതികൂലമായി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. മറ്റൊരു പ്രധാന കാര്യമാണ്, UDF പ്രവർത്തകർ തെരഞ്ഞെടുപ്പിന് മുമ്പേ വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. ഈ അമിത ആത്മവിശ്വാസം UDF കേന്ദ്രങ്ങളിൽ ആലസ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്നത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളൊന്നോർത്ത് നോക്കണം, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെ വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ ഇതുപോലെയോ ഇതിനേക്കാളും ആഹ്ലാദത്തിലും പ്രത്യാശയിലുമായിരുന്നു UDF എന്നത് ഓർക്കണം. അത്രയ്ക്ക് അനുകൂല സാഹചര്യമല്ല ഇന്നും തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ UDFന് കാര്യമായ ആഹ്ലാദത്തിന് വകയില്ല എന്ന് പറയേണ്ടി വരും. ഇരുമുന്നണികൾക്കും വലിയ ഭൂരിപക്ഷം കിട്ടാത്ത LDFോ UDFോ ഭരണത്തിലേക്ക് വന്നാലും ആർക്കും കാര്യമായ ഭൂരിപക്ഷമില്ലാതെ ചെറുകിട പാർട്ടിക്കാരുടെയോ ചില MLAമാരുടെയോ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങേണ്ട സ്ഥിതി എപ്പോഴും ഉണ്ടാകാം, ഏത് സമയവും അധികാരം നഷ്ടപ്പെട്ടേക്കാം എന്ന സ്ഥിതിയുള്ള ഒരു ദുർബല മന്ത്രിസഭ ആകാനേ സാധ്യതയുള്ളൂ എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടന്നാലും പെയ്ഡ് പ്രവർത്തനങ്ങളും
പെയ്ഡ് സർവേകളും വ്യാപകമായിരുന്നു എന്ന് മനസ്സിലാക്കണം. പോളിംഗ് അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യ ടുഡേ, ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ സർവേയിലും LDF ആണ് ജയിക്കുക എന്ന് പറഞ്ഞതും നമുക്ക് തള്ളിക്കളയാനാവില്ല. പ്രത്യേക തരംഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കാറ്റ് അനുകൂലമായാലും ഇല്ലെങ്കിലും ഇടതുമുന്നണിയുടെ വോട്ടുകൾക്ക് ഒരു കുറവും വരില്ല. അവരുടെ സ്ഥിരം വോട്ട് കൃത്യമായി പോൾ ചെയ്യപ്പെടും. പോളിംഗ് ദിവസത്തെ പ്രവർത്തനങ്ങളിൽ ബൂത്ത് ലെവൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെയേറെ ശ്രദ്ധാപൂർവമായ പ്രവർത്തനം സുധാകരൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടത്തിയതുപോലുള്ള പ്രവർത്തനം ഇപ്രാവശ്യം നടന്നിട്ടില്ല എന്ന് ശങ്കിക്കേണ്ടതുണ്ട്. അമിത ആത്മവിശ്വാസം മൂലമുള്ള ആലസ്യവും UDFനെ ബാധിച്ചിട്ടുണ്ട്. ഏറെ വോട്ടുകൾ UDFന് അതുവഴി കുറഞ്ഞിട്ടുണ്ട് എന്ന് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. മറ്റൊരു പ്രധാന വിഷയമാണ് UDFിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഘടകകക്ഷികളുടെ പങ്കാളിത്തവും ഊർജ്ജസ്വലതയും കുറവായിരുന്നു. അത്തരം മണ്ഡലങ്ങളിൽ ഘടകകക്ഷികളെ ഊർജ്ജസ്വലരാക്കി രംഗത്തിറക്കാനോ അവരെ പരമാവധി പ്രയോജനപ്പെടുത്താനോ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ ഏകോപനത്തിൽ, ഐക്യമുന്നണി ഏകോപനത്തിൽ വളരെയേറെ പരാജയമുണ്ടായി. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും അക്കാര്യത്തിൽ വലിയ വീഴ്ചയും വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, അങ്കമാലിയിലെ തെരഞ്ഞെടുപ്പ് റാലികൾ എടുക്കാം. റോജി M. ജോണിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ, റോഡ് ഷോയിൽ ഒടുവിൽ നടന്ന കലാശക്കൊട്ടിൽ ഒന്നും ഘടകകക്ഷികളിലെ ലീഗിൻ്റെയോ കേരള കോൺഗ്രസിൻ്റെയോ പ്രവർത്തകർ കാര്യമായി പങ്കെടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാനുണ്ട്. അതിന് പ്രധാന തെളിവ് നിങ്ങൾ വീഡിയോകളൊന്നും നോക്കിയാൽ അറിയാം. കോൺഗ്രസിന്റെ പതാകയല്ലാതെ വേറെ ഏത് പതാകയാണ് കണ്ടത്? RSPയുടെ ഒരു കൊടി മാത്രം മുന്നിലുണ്ടായിരുന്നു. ആ റാലിയിലുടനീളം മധ്യഭാഗത്തോ പിൻഭാഗത്തോ എവിടെ നോക്കിയാലും മുസ്ലിം ലീഗിൻ്റെയോ കേരള കോൺഗ്രസിൻ്റെയോ ഒരു കൊടി പോലും കണ്ടിട്ടില്ല. കോൺഗ്രസ് കൊടികൾ മാത്രമായിരുന്നു. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലേക്ക് നോക്കിയാലും പഞ്ചായത്ത് തലത്തിലോ വാർഡ് തലത്തിലോ ബൂത്ത് തലത്തിലോ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ, കുടുംബ സംഗമങ്ങളിൽ പോലും ഘടകകക്ഷികളുടെ പങ്കാളിത്തം ശുഷ്കമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ ഘടകകക്ഷികളെ സജീവമായി രംഗത്തിറക്കാൻ പറ്റാതിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ആഘാതമാണ് വരുത്തിവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെച്ച് പുലർത്തിയതുപോലെയുള്ള വലിയ ആത്മവിശ്വാസം ഇപ്രാവശ്യം വെച്ച് പുലർത്തുന്നു. കഴിഞ്ഞ തവണത്തെ റിസൾട്ട് തന്നെ, ഇടതുമുന്നണിയുടെ വിജയം തന്നെ ഇപ്രാവശ്യം വന്നാലും അതിശയിക്കാനില്ല എന്നൊരു സ്ഥിതിയുണ്ട്. കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിലുടനീളം വ്യക്തിപരമായി ആരാധകർ എന്ന് പറഞ്ഞതുപോലെ അനുയായികളുള്ള തലയെടുപ്പുള്ള നേതാവാണ് സുധാകരൻ. KPCC പ്രസിഡന്റ്, AICC പ്രസിഡന്റ് ഖാർഗെയ്ക്ക് കത്തെഴുതി എന്നത് വ്യാജമല്ല, അത് ശരിയാണ് എന്ന് അംഗീകരിക്കുന്ന രീതിയിൽ സുധാകരൻ പ്രതികരിച്ചത് കൊണ്ട് തന്നെ സുധാകരന് നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ സുധാകരൻ്റെ അനുയായികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് എതിരെ പ്രവർത്തിച്ചു വോട്ട് ചെയ്തു എന്ന് പോലും ചിന്തിക്കാവുന്നതാണ്. ഇങ്ങനെ പല ഘടകങ്ങളും പരിഗണിക്കുമ്പോൾ UDFനോ LDFനോ അമിതമായ ആഹ്ലാദത്തിന് വകയില്ല. ഒരു തൂക്ക് നിയമസഭ പോലും വന്നുകൂടുകയില്ല എന്നതാണ് വിലയിരുത്തേണ്ടത്. ഞാൻ ഈ വിഷയത്തിൽ വിലയിരുത്തിയ രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികൂല അഭിപ്രായം ഉണ്ടായിരിക്കാം. അനുകൂലമോ പ്രതികൂലമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.